അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ കോഓർഡിനേറ്റ് എഴുതുന്നത്? cos x sin x. ആ അപ്പോൾ കോഓർഡിനേറ്റ് ഓഫ് ബി ഈക്വൽ, എഴുതാത്തൊരു എൻ്റെ കൂടെ എഴുതിക്കോണം. കോഓർഡിനേറ്റ് ഓഫ് ബി ഈക്വൽ കോസ് എക്സ് കോമ sin x. സൈൻ എക്സ് ഈക്വൽ കോസ് എക്സ് എത്ര? 30 degree. 150. കോസ് 150 കോമ സൈൻ 150 അല്ലേ? ആണോ? സാർ ഇപ്പുറത്തെ ആംഗിൾ എടുക്കണ്ട. അല്ലല്ല, എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ നമ്മൾ എടുക്കുന്നത്. അല്ലാതെ 150ന്റെ ബാക്കി കിടക്കുന്ന 30 അല്ല എടുക്കുന്നത് കേട്ടോ. അപ്പം ഇനി കോസ് 150 കണ്ടുപിടിക്കണം. അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി ഒന്ന് ചെയ്യാം. കോസ് 150 ഇതെങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? അതിനെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം എന്തോ കിട്ടും? 150നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര 90? എത്ര 90 വരും? 150നകത്ത് എത്ര 150നകത്ത് എത്ര 90 ഉണ്ട്? ഒരു 90 പ്ലസ് ബാക്കി എത്ര ഉണ്ട്? 150നകത്ത് 90 എടുത്താൽ പിന്നെ ബാക്കി എത്ര ഉണ്ട്? 60. 90ന്റെ കൂടെ ഗുണിച്ചു വന്നിരിക്കുന്ന നമ്പർ 1. എന്ത് നമ്പർ? ഓഡ് നമ്പർ വന്നാൽ കോഫങ്ഷൻ. അപ്പോൾ കോസിന്റെ കോഫങ്ഷൻ ആരാ? സൈൻ. പിന്നെ പ്ലസിന് ശേഷം കിടക്കുന്ന ആംഗിൾ 60. പിന്നെ ഈ 150 ഏത് ക്വാഡ്രന്റ്? ഈ 150 ഡിഗ്രി ഏത്? ആരെങ്കിലും ഒക്കെ പറയട്ടെ, സമയം കളയാതെ വേഗം. 150 ഡിഗ്രി ഏത് ക്വാഡ്രന്റ്? ഏതാ? 150 ഫസ്റ്റ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ്. 0 മുതൽ 90 വരെയാണ് ഫസ്റ്റ്. 90 മുതൽ 180 വരെ സെക്കൻഡാ. അപ്പൊ 150 ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനായ കോസ് എങ്ങനെയാണ്? നെഗറ്റീവ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ത് വരും? മൈനസ്. അപ്പൊ മൈനസ്. ഇനി സൈൻ 60യുടെ വില √3/2. അപ്പൊ മൈനസ് √3/2. അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ എഴുതേണ്ടുന്ന ഉത്തരം കോസ് 150ക്ക് പകരം മൈനസ് √3/2. ഇനി ഇതുപോലെ ഇനി ആരുടെ വില എഴുതണം? അപ്പൊ സൈൻ 150 ഈസ് ഈക്വൽ ടു വേഗം ഒന്ന് പറഞ്ഞേ. സൈൻ ഓഫ് 1 × 90 പ്ലസ് 60. 90ന്റെ കൂടെ ഗുണിച്ചു വന്നിരിക്കുന്ന നമ്പരായ 1 ഓഡ് നമ്പർ ആയതുകൊണ്ട് കോഫങ്ഷൻ. സൈനിന്റെ കോഫങ്ഷൻ കോസ് 60. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനായ സൈൻ എങ്ങനെയാണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ആൻസർ പോസിറ്റീവ് വരും അല്ലേ? അപ്പൊ കോസ് 60യുടെ വില 1/2. ഇനിയും നമ്മുടെ ക്വാഡ്രന്റിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കിക്കേ. ബി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാ കിടക്കുന്നത്? ക്വാഡ്രന്റ് വെച്ച് പറഞ്ഞാൽ ബി എവിടെയാണ് കിടക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റിന്റെ പ്രത്യേകത നെഗറ്റീവ് പോസിറ്റീവ്. അങ്ങനെയാണോ കിട്ടിയിരിക്കുന്നത്? ഓക്കെ. ശ്രീപൂർണ്ണയുടെ സംശയം മാറിയോ? ഓക്കെ, ശരി. അപ്പോ അവിടെ നിങ്ങൾക്ക് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് -1 ഏതാണ് പോയിന്റ്? -1 ഫ്രം ദ ലൈൻ 12 × x + 6 ഈക്വൽ 5 × y - 2.
ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഒന്ന് റെഡിയാക്കാം. എന്ത് ചെയ്യും എങ്ങനെ അതിലെ ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഒന്ന് റെഡിയാക്കാൻ? 12 അകത്തോട്ട് കൊടുക്കണം. അല്ല, ഇവിടെ 12 ഗുണിക്കണ്ടായോ? അതാ 12 അകത്തോട്ട് ഗുണിക്കണം. പറഞ്ഞാട്ടെ 12x പ്ലസ് 12 into 6. പറഞ്ഞോ. 12 72. 72 ഈക്വൽ ഇവിടെ 5y minus 5y minus 10. ഇനി ഈ രണ്ട് ടേമുകളെ ലെഫ്റ്റിലോട്ട് അറേഞ്ച് ചെയ്യുക. പറഞ്ഞാട്ടെ 12x minus 12x പ്ലസ് 72 അവിടെ നിർത്തി minus 5y plus 10 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 12x മൈനസ് 5y പ്ലസ് 72 പ്ലസ് 10 plus 82 പ്ലസ് 82 ഈസ് ഈക്വൽ ടു 0. ഇതിപ്പോൾ നമ്മൾ പഠിച്ച ആരെ പോലെയാണ് ഇരിക്കുന്നത്? AX പ്ലസ് എഴുതാത്ത രണ്ടോടും എഴുതിക്കണം കേട്ടോ. BY പ്ലസ് C ഈക്വൽ 0 പോലെയാണ്. അപ്പോൾ ഇതും രണ്ടുകൂടെ കമ്പയർ ചെയ്താൽ പിന്നെ അതിൽ നമുക്ക് ആരുടെയൊക്കെ വില പറയാം? പറഞ്ഞോ. A ഈക്വൽ ബിയുടെ സിയുടെ പറഞ്ഞോ. A ഈക്വൽ 12, B ഈക്വൽ 12, B ഈക്വൽ minus 5, C ഈക്വൽ 82. അങ്ങനെയാണെങ്കിൽ ഈ -1 ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ഓർമ്മയില്ലയോ? മോഡുലസ് ഓഫ് AX1 പ്ലസ് BY1 പ്ലസ് C ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് അപ്പോൾ പറഞ്ഞാട്ടെ മോഡുലസ് ഓഫ് എയുടെ വില 12 ഇൻറ്റു x1 y1 എന്ന് പറയുന്നത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് 12 ഇൻറ്റു -1 പ്ലസ് ബി എത്ര? -5 ഇൻറ്റു y1 1 പ്ലസ് സിയുടെ വില 82 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 12 square plus 5 square. 12 square plus minus 5 square equal modulus of 12 into -1 minus 12 plus minus 5 into 1 minus 5 plus 82 divided by root of 12 square minus 5 square equal modulus of minus 12 minus 5 minus 17 plus 82 divided by റൂട്ടിനകത്ത് 144 plus 25 169 equal modulus of -17 plus 82. അപ്പോൾ 82 നിന്ന് 17 കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം 65 മോഡുലസ് ഓഫ് 65 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 169 എത്ര? 13. അപ്പൊ മോഡുലസ് ഓഫ് 65 എന്ന തന്നെയാണല്ലോ. അപ്പൊ 65 ബൈ 13. 65 ബൈ 13 എത്ര? 63 ബൈ 13 എത്ര? 5 യൂണിറ്റ്സ്. ഇപ്പൊ അതിലെ ഡൗട്ട് മാറിയോ? ഓക്കെ, ശരി. അപ്പോൾ ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. എട്ടിന്റെ രണ്ടാമത്തെ ചോദ്യം എന്തുവായിരുന്നു? ലിമിറ്റ് x tends to 0 sin pi x by x cos 2x. sin pi x divided by x cos 2x. സാധാരണഗതി നമ്മൾ ചെയ്യുന്നത് പോലെ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും?
0/0 ആയി പോകും. ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഞാൻ ചെറിയ മാറ്റം വരുത്താൻ പോവാണ്, ശ്രദ്ധിക്കണം. സൈൻ പൈ എക്സ് ബൈ പൈ എക്സ്. എന്താണ് ഞാൻ വരുത്തിയ മാറ്റം? ഇപ്പം ഞാൻ തൽക്കാലം പൈ എക്സിന് മുകളിൽ ഇൻറ്റു ചെയ്തില്ല. മുകളിലുള്ള പൈ എക്സ് ഓൾറെഡി അവിടെ ഉണ്ട്. ഈ പൈ എക്സ് എവിടെ ഉണ്ട്? ഈ പൈ എക്സ് എവിടെ ഉണ്ട്? ഓൾറെഡി ക്വസ്റ്റിനകത്തിലുണ്ട്. ഡിനോമിനേറ്ററിലായിരുന്നു എക്സ് മാത്രം ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ എന്തൂടെ കൊണ്ടുവന്നു? ഒരു പൈ എക്സ് കൊണ്ടുവന്നില്ല. അവിടെ ഓൾറെഡി എക്സ് ഉണ്ട്. അതിൻ്റെ കൂടെ എന്തൂടെ മൾട്ടിപ്ലൈ ചെയ്തു? അപ്പം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ ചേഞ്ച് ആവത്തില്ലേ? വാല്യൂ ചേഞ്ച് ആവൂ? അപ്പം ചേഞ്ച് ആവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം പൈ ബൈ ഇനി ആരുണ്ട് മിച്ചം? cos 2x. ഈ ചേഞ്ച് എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഇൻഡുവിന്റെ ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന ടേമുകളെ രണ്ടായി പരിഗണിക്കാം. അപ്പൊ നമ്മൾ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ പൈ എക്സ് ബൈ പൈ എക്സ് ഇൻറ്റു ഉണ്ടെന്നില്ല ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പൈ ബൈ കോസ് 2x. ഇവിടെ സൈനിന്റെ ആംഗിൾ പൈ എക്സ് ആണ്. ബൈ ഡിനോമിനേറ്ററിലും പൈ എക്സ് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ലിമിറ്റ് ഒന്ന് നോക്കിക്കേ. അതെന്തായിട്ട് മാറണം? എക്സ് ടെൻസ് ടു 0. ഇത് പൈ എക്സ് ആക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ നമ്മൾ പൈ കൊണ്ട് ഗുണിച്ചപ്പോൾ പൈ എക്സ് ടെൻസ് ടു പൈ ഇൻറ്റു 0 അല്ലേ? അപ്പോൾ പൈ എക്സ് ടെൻസ് ടു 0. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. ലിമിറ്റ് പൈ എക്സ് ടെൻസ് ടു 0 സൈൻ പൈ എക്സ് ബൈ പൈ എക്സ്. ഇവിടെ ആരെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടോ? ഇതിനകത്തിൽ ആരെങ്കിലും പൈ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/cos 2x ആണോ? ആദ്യത്തേതൊരു സ്റ്റാൻഡേർഡ് ലിമിറ്റ് അല്ലേ? അപ്പൊ അതിന്റെ വില 1 ഇൻറ്റു പൈ ഇൻറ്റു ഇതിലെങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നേ? വളരെ ഇതിനകത്ത് എങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നേ? 1/cos 2 ഇൻറ്റു 0 0. അപ്പോൾ 1 ഇൻറ്റു പൈ ഇൻറ്റു 1/cos 0 എത്ര? 1. So the answer is പൈ. ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഐശ്വര്യ പ്രകാശ്. നന്ദനെ അടുത്ത ചോദ്യം ഏതാ? 9ാമത്തെ. Number of proper subset of a set with 4 elements is 4 എലമെന്റ് ഉള്ള ഒരു സെറ്റിന്റെ പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എത്ര? 16. അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ 15. ഓക്കെ. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Consider the set A equals set X such that X is a letter in the word mathematics and B equal set Y such that Y is a letter in the word physics. Then find A union B, B A intersection B, C A difference B. അപ്പോൾ ആദ്യം A എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുകൾ ആരൊക്കെയാ? സെറ്റ് M A T H E I C S. ബി ക്കകത്തിലെ എലമെന്റുകൾ സെറ്റ് P H Y S I C. ഓക്കെ. ഇനി A union B equal set M A T H
EICSPY. A intersection B. Set HSIC. ഒരു സെക്കൻഡ് A intersection B എന്ന് വായിച്ചേ. Set HSIC. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്തത് A ഡിഫറൻസ് B. Set MATE. ശരി ശരി. A ഡിഫറൻസ് B. Set MATE. ഓക്കെ, കറക്റ്റ് ആണ്. ആർക്കെങ്കിലും ആ പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. അടുത്തത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 9 കഴിഞ്ഞു. ഉണ്ട് സാർ. ഉണ്ട്. ശ്രദ്ധിക്കുക, അതിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആ മൂന്നാമത്തെ ഗ്രാഫ് കണ്ടോ? നമ്മുടെ പരാബോളയുടെ ഷേപ്പിലിരിക്കുന്ന ഗ്രാഫ് കണ്ടോ? ഉണ്ട് സാർ. ആ ഗ്രാഫിലെ എക്സ് ആക്സിസിലെ 1-ലൂടെ നിങ്ങൾ വൈക്ക് പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം. ഒന്നുകൂടെ, എക്സ് ആക്സിസിലെ 1-ലൂടെ ആർക്ക് പാരലായിട്ട് വൈക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ നമ്മുടെ ഗ്രാഫിനെ എത്ര പോയിന്റുകളിൽ കൂട്ടിമുട്ടും? 2 പോയിന്റിൽ കൂട്ടിമുട്ടും. എത്ര പോയിന്റിൽ കൂട്ടിമുട്ടും? 2 പോയിന്റിൽ. അതായത് ഒരു എക്സ് വിലയ്ക്ക് എത്ര വൈ വില നമുക്ക് കിട്ടും? 2 വൈ വില. അപ്പോൾ ഒരു എക്സിന് 2 വൈ വില വന്നാൽ അത് റിലേഷൻ ആകും, പക്ഷെ എന്താകത്തില്ല? ഫംഗ്ഷൻ ആകത്തില്ല. ബാക്കി 3 ഗ്രാഫുകളിൽ ഈ പ്രശ്നം ഉണ്ടോ നോക്കിക്കേ. എക്സ് ആക്സിസിൽ ഒരു പോയിന്റിലൂടെ ലൈൻ വരച്ചാൽ അത് വൈ ആക്സിസ് അല്ല, അത് ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റുകളിൽ കൂട്ടിമുട്ടുവോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റുമല്ലോ? പറ്റും. ഓക്കെ. അപ്പോൾ അതിലെ ആദ്യത്തെ ഗ്രാഫ് എന്തിനാ സൂചിപ്പിക്കുന്നത് അറിയാമോ? സിഗ്നം ഫംഗ്ഷൻ. ഒരു 1-ന്റെയും -1-ന്റെയും ഒരു വട്ടം ഇട്ടിരുന്നെങ്കിൽ സിഗ്നം ഫംഗ്ഷനെ സൂചിപ്പിക്കും. ഓക്കെ. ഇനിയും ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഗ്രാഫ് ഇൻ എയിൽ കൊടുത്തിരിക്കുന്ന, അതായത് ഒന്നാമത്തെ ഗ്രാഫിന്റെ ഡൊമൈനും റേഞ്ചും എഴുതാനാണ്. എന്താണ് ദേവനന്ദന്റെ ഡൊമൈനും റേഞ്ചും? ഡൊമൈൻ ആറും റേഞ്ച് സെറ്റ് -1 0 1. ഇനി അടുത്തത് ആ ബി എന്ന് പറയുന്ന ഗ്രാഫ് എന്തിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ്? സൈൻ എക്സിന്റെ ഗ്രാഫാണ്. എന്തിന്റെ ഗ്രാഫാണ്? സൈൻ എക്സിന്റെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഗ്രാഫ് ഒന്ന് റെഫർ ചെയ്തുകൊണ്ട് വേണം പോകാം കേട്ടോ. ഓക്കെ. ഇനി ആ ചോദ്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11ാമത്തെ ചോദ്യം. മിത്ര ഒന്ന് വായിച്ചേ. If z is equal to 1. വായിച്ചേ മിത്രേ. z ഈക്വൽ Z equal 1 plus I by 1 minus I is a complex number. Write the real part of Z. Verify that mod Z is equal to conjugate of Z mod Z. അപ്പോൾ ഇതൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിനെ a+ib ഫോമിൽ എഴുതണ്ടേ? സർ. എങ്ങനെയാണ് ഇതിനെ a+ib ഫോമിൽ എഴുതുന്നത്? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 + i ഇൻറ്റു 1 + i ഡിവൈഡഡ് ബൈ 1 - i ഇൻറ്റു 1 plus I. 1 + i. 1 + i ഇൻറ്റു 1 + i ആരാ? 1 + i the whole square. 1 + i the whole square ഡിവൈഡഡ് ബൈ a + b ഇൻറ്റു a - b ആരാ? 1 minus I. 1 a square minus i square. ഇനി ന്യൂമറേറ്ററിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? 1 + 2i i square by 1 square 1 minus i square -1. അപ്പോൾ 1 + 2i
പ്ലസ് ഐ സ്ക്വയർ മൈനസ് 1 ബൈ ഇതെന്തായിട്ട് മാറും 2. 2. അപ്പോൾ ഈ പ്ലസ് 1ഉം ഈ മൈനസ് 1 ക്യാൻസൽ ആയി പോകും. അപ്പോൾ പിന്നെ എന്ത് വരും 2i by 2. 2 ൻ്റെ കൂടെ ക്യാൻസൽ ആയി പോയാൽ എന്ത് കിട്ടും I. അപ്പോൾ നമുക്ക് ഇസഡിനെ എങ്ങനെ എഴുതാം ഇത്രേ 0 plus I. 0 പ്ലസ് 1i എന്ന് എഴുതാം. അപ്പം മിത്രയുടെ അടുത്ത ഡൗട്ട് മാറിയോ? മാറി സാർ. ഇനി എന്താണ് അതിന്റെ അടുത്ത ഇനി മെയിൻ ക്വസ്റ്റ്യൻ വായിച്ചേ ഫസ്റ്റ് പാർട്ട്. Write the real part of Z. റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഇവിടുത്തെ റിയൽ പാർട്ട് എത്ര 0. 0. അടുത്തത് Verify that modulus of Z is equal to modulus of Z bar. മോഡുലസ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം. ഈക്വൽ റൂട്ട് ഓഫ് A square plus B square. അപ്പോൾ ഇവിടെ പറയുമ്പോൾ 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 square. 0 സ്ക്വയർ 0 ആണ്. 1 സ്ക്വയർ 1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും 1 കിട്ടും. ഇനി അടുത്ത എന്താ വേണം അതിന്റെ ഇസഡിന്റെ കോഞ്ചുഗേറ്റ്. പെൻസിലൊക്കെ ഉണ്ടോ നോക്കണേ. അപ്പൊ ഇസഡ് ബാർ ഈക്വൽ സീറോ മൈനസ് 1i. അതിന്റെ മോഡുലസ് എടുക്കണം. മോഡുലസ് ഓഫ് ഇസഡ് ബാർ ഈക്വൽ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് മൈനസ് 1ന്റെ സ്ക്വയർ ഈക്വൽ റൂട്ട് ഓഫ് 0 സ്ക്വയർ 0 മൈനസ് 1ന്റെ സ്ക്വയർ 1 ഈസ് ഈക്വൽ ടു 1. ഇത് രണ്ടും ഒന്നും തന്നെയല്ലേ മിത്രേ? അതെ സാർ. അപ്പോൾ നമ്മളെന്താ പറയും മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽ mod Z. Modulus of ഇസഡ് ബാർ. ഓക്കെ. അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യത്തിൽ ഒന്നുകൂടെ എത്ര കാർഡ് ഉണ്ട് മൊത്തം? 52. ഈ 52 കാർഡ് ഉള്ളതിനകത്തിൽ നിന്ന് നമ്മൾ എത്ര കാർഡ് എടുക്കണം? 4. ഈ 4 കാർഡ് എടുക്കുന്നതിനകത്തിൽ സെക്കൻഡ് പാർട്ടിൽ എന്താ പറയുന്നത്? 3 ace cards are exactly. എക്സാക്ട്ലി 3 ace cards. കൃത്യമായിട്ട് 3 കാർഡ് എന്ത് കാർഡ് ആയിരിക്കണം? Ace ആയിരിക്കണം. ഏസ് കാർഡ് ആയിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു പാക്കറ്റ് കാർഡിൽ എത്ര ഏസ് കാർഡ് ഉണ്ട്? ഒരു പാക്കറ്റ് കാർഡിൽ എത്ര ഏസ് കാർഡ് ഉണ്ട്? 4. അപ്പൊ ആ 4 എണ്ണത്തിൽ നിന്ന് 3 ഏസ് കാർഡ് എടുക്കണം. അത് എത്ര വിധത്തിൽ പറ്റും? 4C3. 4C3. ഇനി ഇൻറ്റു ഇനി ഒരു കാർഡ് കൂടെ നമുക്ക് കിട്ടണം അല്ലേ? അപ്പോഴല്ലേ 4 കാർഡ് ആവത്തുള്ളൂ. അത് എത്ര വിധത്തിൽ പറ്റും? 4C1 ആണോ? 48C1. അങ്ങനെയാണ് 48C1 വന്ന് പോയി കഴിഞ്ഞിട്ട് ബാക്കി 48. അപ്പൊ എത്ര വരും? 48C1. ഈ 48 വന്നത് മൊത്തം 52 കാർഡാണ് ഉള്ളത്. അതിൽ നമുക്ക് എത്ര ഏസ് കാർഡാണ് ഉള്ളത്? 4. ആ 4 പേരെ അങ്ങ് മാറ്റിയാൽ ബാക്കി 48 എണ്ണം ഉണ്ട്. ഈ 48 എണ്ണത്തിൽ നിന്ന് വേണം ഇനിയുള്ള ഒരു കാർഡ് എന്ത് ചെയ്യാനായിട്ട്? ഇനി അല്ല, ഈ 4 ഏസ് മാറ്റിയില്ലെങ്കിൽ എന്താ കുഴപ്പം പറ്റുന്നേ? ചിലപ്പോ ഇനി എടുക്കുന്ന കാർഡ് എന്ത് വരാൻ സാധ്യതയുണ്ട്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് എത്ര ഏസ് കാർഡ് മതി? 3 ace. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് ആൻസർ. അശ്വിനി സുമ ഡൗട്ട് മാറിയോ? ഓക്കെ, ശരി. സംശയമുള്ള അല്ലേ? തേർഡ് പാർട്ട് ഒന്ന് വായിച്ചേ ശ്രീപൂർണേ. Find the coordinates of point of intersection of the given line and the line obtained in part 2. എന്തോ അതിന്റെ അർത്ഥം?
നമുക്കൊരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഏതാണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ? എക്സ് മൈനസ് 3y plus 4. 3y പ്ലസ് 4 ഈക്വൽ 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലൈൻ. ഇനിയും പാർട്ട് 2-ൽ നമുക്ക് കിട്ടിയ ലൈനിൻ്റെ ഇക്വേഷൻ എന്തുവാ? 3x plus y minus 5 equals 0. 3x പ്ലസ് y മൈനസ് 5 equals 0. ഈ രണ്ട് ലൈനുകളും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ രണ്ട് ലൈനും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? അനക്കില്ല. ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. ഈ രണ്ട് ലൈനുകളും കൂടി ഏതോ ഒരു പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടുന്നുണ്ട്. ആ പോയിന്റിന്റെ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ചോദ്യം. ഇല്ല. ഹലോ, ഒന്നുകിൽ നിങ്ങൾക്ക് അറിയാം, അല്ലെ അറിയാൻ ഇത് എന്തെങ്കിലും പറഞ്ഞാലല്ലേ ബാക്കി പറയാൻ പറ്റത്തുള്ളൂ. Sir, ഇങ്ങനെ ചോദിച്ചാൽ x minus 3y is equal to 4. 3x plus y is equal to 5. അതായത് y ഒരു സെക്കൻഡ്, ഒന്നാമത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് മൈനസ് 3y ഈക്വൽ -4, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തേത് 3x പ്ലസ് y ഈക്വൽ 5, ഇക്വേഷൻ നമ്പർ 2. ഇപ്പം ഇത് നമ്മുടെ 9ാം ക്ലാസ്സിൽ പഠിച്ച പെയേഴ്സ് ഓഫ് ഇക്വേഷനായി. ഇനി ഇതെന്ത് ചെയ്യണം? ഇവിടെ ക്ലാസ്സിൽ ആരും ഇല്ലയോ? ഹലോ സാർ, ഇത് ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണമെന്നോ? ഈ രണ്ട് ഇക്വേഷനോടെ സോൾവ് ചെയ്യണം. ഇതെങ്ങനെയാ സോൾവ് ചെയ്യുന്നേ? ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് അല്ലെങ്കിൽ വൈയുടെ കോയഫിഷ്യൻ്റ് സെയിം ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് സെയിം ആണോ? അല്ല. വൈയുടെ കോയഫിഷ്യൻ്റ് സെയിം ആണോ? അല്ല. അപ്പോൾ ആരെയെങ്കിലും ഒരാളെ സെയിം ആക്കണം. നമ്മളിപ്പം എക്സിൻ്റെ കോയഫിഷ്യൻ്റ് സെയിം ആക്കാനാണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനെ എത്ര കൊണ്ട് ഗുണിക്കണം? 3 പറഞ്ഞാട്ടെ. 3x മൈനസ് 9y ഈക്വൽ -12, ഇക്വേഷൻ നമ്പർ 3. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ പറഞ്ഞേ. 3x plus y ഈക്വൽ 5, ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ടുകൂടെ സോൾവ് ചെയ്യാൻ പോകും. ഇത് രണ്ടുകൂടെ എങ്ങനെ സോൾവ് ചെയ്യും? 3-ൽ നിന്ന് 2 കുറയ്ക്കും. 3x-ൽ നിന്ന് 3x കുറച്ചാൽ 0. -9y-ൽ നിന്ന് y കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും? -10y. -10y. -10y ഈക്വൽ -12-ൽ നിന്ന് 5 കുറയ്ക്കണം. 17. എന്തോ 17? -17. അപ്പൊ y ഈക്വൽ -17 ഡിവൈഡഡ് ബൈ -10. അപ്പൊ y ഈക്വൽ നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലയോ? ഹലോ അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈയുടെ വില നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ 17/10 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് y കിട്ടിയാൽ നമ്മൾ x എങ്ങനെ കണ്ടുപിടിക്കും?
y കിട്ടിയാൽ x എങ്ങനെ കണ്ടുപിടിക്കും? പിള്ളേരെ y കിട്ടിയാൽ x എങ്ങനെ കണ്ടുപിടിക്കും? ഹലോ 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 വാലിട്ടുള്ളൂ. അപ്പോൾ പുട്ട് y ഈക്വൽ 17/10 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പറഞ്ഞാട്ടെ എക്സ് മൈനസ് 3 ഇൻറ്റു 17/10 ഈക്വൽ -4. അപ്പം എക്സ് മൈനസ് ഇവിടെ ആരും വെട്ടി എഴുതാൻ പറ്റത്തില്ല. 3 ഗുണം 17 സാർ സ്ക്രീൻ കാണുന്നില്ല സാർ. സ്ക്രീൻ കാണുന്നില്ല. ഒറ്റ സെക്കൻഡ്. ഇപ്പൊ സ്ക്രീൻ വന്നോ? ഓക്കെ. അപ്പോൾ എക്സ് ഇവിടെ ബ്രാക്കറ്റിനകത്ത് ആരും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 3 ഇൻറ്റു 17 എത്ര 51/10 ഈക്വൽ -4. അപ്പോൾ എക്സ് ഈക്വൽ -4 ഇതങ്ങ് റൈറ്റിൽ കൊണ്ടുപോകണം. അപ്പോൾ എന്ത് കിട്ടും? +51/10. ഇത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി നിർത്തി. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -40 + 51/10 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ -40 + 51 11/10. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് കോഓർഡിനേറ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ 11/10 17/10. ഈ പോയിന്റിൽ വെച്ചാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 2 ലൈനുകൾ എന്ത് ചെയ്യുന്നത്? ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ബാലുവിൻ്റെ ഡൗട്ട് മാറിയോ? മാറി സാർ. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. കിരൺ മുരളി ഉണ്ടോ ക്ലാസ്സിൽ? ഉണ്ട്. കിരൺ മോനെ, അടുത്ത പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്വസ്റ്റ്യൻ 16 ഡൗട്ട് ഉണ്ടോ? ഓക്കെ. നോക്കാം. അപ്പോൾ 16ാമത്തെ ചോദ്യത്തിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? Equation of the parabola. ഒരു സെക്കൻഡ്. ആദ്യം ഒരു സർക്കിള് അല്ലേ? L ഡാഷ് y² ഈക്വൽ 8x. വായിച്ചോട്ടെ കിരണ ചോദ്യം. Equation of the parabola given the figure is y² = 8x. y² ഈക്വൽ 8x എന്ന് പറയുന്ന ഒരു പരാബോള നമുക്ക് ഈ ഫിഗറിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ Now the question. Find the focus x, s and length of lattice rectum LL of the parabola. L dash ഓഫ് ദി പരാബോള. ഈ പരാബോളയുടെ ഫോക്കസിനെയാണ് നമ്മുടെ പിക്ചറിനകത്തിൽ എസ് എന്ന് കൊടുത്തേക്കുന്നത്. ആ എസും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റവും കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ കിരണിനെ ഒന്ന് ബാലുവിന് സഹായിക്കാൻ പറ്റുമോ? സഹായിക്കാം സാർ. പറഞ്ഞാട്ടെ. ഇതിനകത്ത് നമുക്ക് പരാബോളയുടെ ഇക്വേഷൻ വെച്ച് എന്തൊക്കെ കണ്ടുപിടിക്കാം? പരാബോളയുടെ ഇക്വേഷൻ y² ഈക്വൽ 8x. ഇതുപോലെ നമ്മൾ പഠിച്ചൊരു പരാബോള ഏതാ? y² = 4ax. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ 4a ഈക്വൽ എന്ത് കിട്ടും?
4C. 4a ഈക്വൽ 8. അപ്പൊ a ഈക്വൽ 8/4. a ഈസ് ഈക്വൽ ടു എത്ര വരും? 2. 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോക്കസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ y² ഈക്വൽ 4ax എന്ന് പറയുന്ന പരാബോളയുടെ ഫോക്കസ് Plus or minus 2,0. ഫോക്കസോ? ഫോക്കസ് a0 അല്ലേ? By 0. അപ്പൊ ഈക്വൽ 2 0. 2 0. ഫോക്കസ് കണ്ടുപിടിച്ചാൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. ഇനി എന്താണ് അടുത്ത ചോദ്യം? ലാറ്റസ് റെക്ടം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. അപ്പൊ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈക്വൽ 4a. അപ്പോ 4 ഇൻറ്റു a എത്ര ആയിരുന്നു? 8 ഈസ് ഈക്വൽ ടു 8. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. എന്താണ് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? The lattice rectum L dash of the parabola is a chord to the circle centered at origin as shown in the figure. Write the equation of the circle. അവർ പറയുന്നത് നമ്മുടെ ഈ സർക്കിൾ മാത്രം നമ്മൾ അങ്ങോട്ട് എടുക്കാം. ഈ സർക്കിളിന്റെ സെന്റർ എവിടാണ്? മിണ്ടുന്നില്ല. എല്ലാവരോടും ആ ചോദ്യം. ഈ സർക്കിളിന്റെ സെന്റർ എവിടാണ്? ഒറിജിനിലാണ്. ഈ സർക്കിളിന്റെ സെന്റർ എവിടാണ്? ഒറിജിൻ. മാത്രമല്ല നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച പരാബോളയിലെ ലാറ്റസ് റെക്ടം ഉണ്ടല്ലോ, ഈ എൽ ഡാഷ് എന്ന് പറയുന്നയാൾ, അയാള് നമ്മുടെ സർക്കിളിന്റെ ആരാണ്? ഒരു കോഡാണ്. അങ്ങനെ ആണെങ്കിൽ നമ്മളോട് എന്ത് എഴുതാനാ പറഞ്ഞേക്കുന്നത്? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ എൽ എന്ന് പറയുന്ന പോയിന്റിന്റെ, ഈ പോയിന്റ് കണ്ടോ? കണ്ടു സാർ. ആ പോയിന്റിന്റെ കോഓർഡിനേറ്റ് എന്ത് വരും? അത് കിട്ടിയാൽ ആൻസറായി. ആ എൽ എന്ന് പറയുന്ന പോയിന്റിന്റെ കോഓർഡിനേറ്റ് എന്ത് വരും? ആർക്കും ഐഡിയ ഇല്ല? നിങ്ങൾ ഒന്നിൽ ഐഡിയ ഉണ്ട് അല്ലെ ഐഡിയ ഇല്ല എന്ന് പറഞ്ഞാലല്ലേ എനിക്ക് ബാക്കി പറയാൻ പറ്റത്തുള്ളൂ. ഹലോ സാർ. ഐഡിയ ഇല്ല സാർ. ആ പരാബോളയും നമ്മുടെ സർക്കിളും കൂടെ കൂട്ടിയിടിക്കുന്ന രണ്ട് പോയിന്റുകളല്ലേ എല്ലും എൽ ഡാഷ് എന്ന് പറയുന്നത്. അതിലെ മുകളിലത്തെ പോയിന്റായ എല്ലിന്റെ കോഓർഡിനേറ്റ് എന്ത് വരും എന്നാണ് എന്റെ ചോദ്യം. ഐഡിയ ഇല്ല? ആ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് a,2a ആണ്. a,2a. അപ്പൊ എന്റെ ചോദ്യം, എങ്ങനെയാണ് അതിന്റെ കോർഡിനേറ്റ് a,2a എന്ന് കിട്ടിയത്? അത് കിട്ടിയ ആൻസറായി. ഈ എല്ലിന്റെ കോർഡിനേറ്റ് എങ്ങനെയാണ് a,2a എന്ന് വന്നത്? ഈ എസ് ആരാ? എസ് ആരാ? ഈ പടത്തിൽ കാണുന്ന എസ് ആരാ? ഫോക്കസ്. ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്താ? a0. അപ്പോ ഈ വരച്ചു വെച്ചേക്കുന്ന ലാറ്റസ് റെക്ടം എന്ന് പറയുന്ന വര y ആക്സിസിന് പാരലല്ലേ?
വൈ ആക്സിസിന് പാരലാണെങ്കിൽ ആരൊരുപോലെ വരും? എക്സ് കോർഡിനേറ്റ് ഒരുപോലെ വരും. അപ്പൊ എസിന്റെ എക്സ് കോർഡിനേറ്റ് എ ആണെങ്കിൽ എല്ലിന്റെ എക്സ് കോർഡിനേറ്റ് എന്ത് വരും? വരും. അപ്പൊ അത് എ കിട്ടിയതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. ഇനി ഈ എസ് തൊട്ട് എല്ല് വരെയുള്ള ദൂരമല്ലേ അതിന്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്? അതെത്ര വരും? എല്ല് തൊട്ട് എൽ ഡാഷ് വരെയുള്ള ദൂരം എത്ര? 4a. അപ്പൊ എസ് തൊട്ട് എല്ല് വരെയുള്ള ദൂരമോ? 2a. ഇപ്പൊ ഇവിടെ കിട്ടിയ എല്ലിന്റെ കോർഡിനേറ്റ് എങ്ങനെയാ എ 2a വന്നേന്ന്? അപ്പം അവിടുത്തെ കോർഡിനേറ്റ് എയുടെ വില നമ്മുടെ ഉണ്ട്. അപ്പൊ എത്ര വരും? 2, 4. അപ്പൊ എല്ലിന്റെ കോർഡിനേറ്റ് എന്തോ കിട്ടി? 2, 4. 2, 4. അതിലാർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അപ്പോ ഈ എസ് തൊട്ട് എല്ല് വരെയുള്ള ദൂരം എത്ര ഉണ്ട്? 2a 4. 4 ഉണ്ട്. ഓ തൊട്ട് എസ് വരെയുള്ള ദൂരം എത്ര ഉണ്ട്? 2. 2 ഉണ്ട്. ഈ ഓ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണെങ്കിൽ ഈ ഓയും എല്ലും കൂടെ യോജിപ്പിക്കുന്ന വര സർക്കിളിന്റെ ആരാ? റേഡിയസ്. ആ റേഡിയസ് കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ? ഡിസ്റ്റൻസ് ഫോർമുല ഇട്ടിട്ട്. എന്തിന്? ഒന്ന് ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ പൈതഗോറസ് തിയറം ചെയ്താലും മതി. രണ്ടായാലും ഒരേ ആൻസർ തന്നെ കിട്ടും. പറഞ്ഞാട്ടെ 2² പ്ലസ് 4² ഈക്വൽ റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ 4. 4. 4ന്റെ സ്ക്വയർ 16. 16 4 റൂട്ട് 20. അപ്പോ സർക്കിളിന്റെ റേഡിയസ് കിട്ടിയില്ലേ? റൂട്ട് 20. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ പറഞ്ഞാട്ടെ x² പ്ലസ് റൂട്ട് 20യുടെ സ്ക്വയർ അഥവാ 20. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായി സാർ. ഓക്കെ, ശരി. അപ്പൊ ഇതിനാണ് ഞാൻ എന്ത് ചെയ്യിപ്പിക്കുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ. അതിന് പകരം നിങ്ങൾ ഇപ്പൊ ഇന്ന് രാവിലെ വീട്ടിൽ കുത്തിയിരുന്ന് ഈ പാഠത്തിലെ എല്ലാ ഇക്വേഷനോടെ വായിച്ചിട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. 17ാമത്തെ ചോദ്യം ആകാശ ക്ലാസ്സിലില്ല. ആദിത്യ, ആദിത്യൻ. Which term of the sequence 2, 2 root 2, 4 etc. is 128? 17 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 17ന്റെ ഫസ്റ്റ് പാർട്ടില് ഇല്ല സാർ. ഇല്ല. എന്തോ ആദിത്യ, അത് എത്രാമത്തെ ടൈമാ? 13ാമത്തെ ടൈം. അടുത്തതിന്റെ സെക്കൻഡ് പാർട്ട്. The first 3 terms of a geometric progression is 16 and the sum of the next 3 terms is 128. Determine common ratio first and sum of the first 4 terms. ഓക്കെ. കോമൺ റേഷ്യോ എത്ര കിട്ടി? നമ്മൾ ക്ലാസ് പഠിച്ച ചോദ്യമല്ലേ അത്? കോമൺ റേഷ്യോ എത്ര കിട്ടി? 2 കിട്ടി. ഫസ്റ്റ് ടൈം 16/7. അടുത്ത 4 ടൈമിന്റെ സമ്മ് 240/7. ഓക്കെ. അപ്പൊ 17ാമത്തിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ല, 17ലെ ഇല്ല സാർ. ഇല്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. 18ാമത്തെ ചോദ്യത്തിൽ ആണ് സാർ. ഓക്കെ. എന്തോ ചോദ്യം? sin x plus cos x by sin x minus cos x. അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? കണ്ടുപിടിക്കണം ഡെറിവേറ്റീവ് അല്ലയോ? അപ്പൊ d/dx ഓഫ് എഴുതാത്തൊരു എൻ്റെ കൂടെ എഴുതിക്കോണം. sin x പ്ലസ് cos x ഡിവൈഡഡ് ബൈ sin x minus cos x. sin x മൈനസ് cos x. ഇവിടുത്തെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ബാക്കി നിങ്ങൾ പറയണം. ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം. ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞാട്ടെ sin x minus cos x into d by dx of sin x plus cos x minus sin x plus cos x into d by dx of sin x minus cos x by sin x minus cos x the whole square. ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ എടുത്ത് ഡിനോമിനേറ്ററിൽ എഴുതി. എന്നിട്ട് ന്യൂമറേറ്റർ ആരംഭിക്കുന്നത് ഡിനോമിനേറ്ററിൽ നിന്ന് തന്നെയാണ്. sin x minus cos x into d by dx of sin x plus cos x. sin x plus cos x
മൈനസ് numerator സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു dy dx of denominator. സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. അപ്പോൾ വീണ്ടും നമ്മൾ ഡിനോമിനേറ്റർ ആദ്യം എഴുതുന്നു. ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയറിൽ ന്യൂമറേറ്റർ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് cos x കോസ് എക്സ് പ്ലസ് അവിടെ നിൽക്കട്ടെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് minus sin x അപ്പോൾ അത് മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് Cos x cos x കോസ് എക്സ് മൈനസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് plus sin x. സൈൻ എക്സ്. plus sin x അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇച്ചിരി കൂടി നീക്കി എഴുതാം ഞാൻ. ദിസ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ അതുപോലെ തന്നെ എഴുതുന്നു. സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എഴുതി. ഇത് ടേം ബൈ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് Sin x cos x. സൈൻ എക്സ് കോസ് എക്സ് sir എന്തോ d by dx of sin x minus cos x അല്ലേ ഏതാ മറ്റേ d by dx of sin x minus cos x അല്ലേ ന്യൂമറേറ്ററിലെ രണ്ടാമത്തെ ടൈമാണോ മൈനസിന് ശേഷമുള്ളത്? ആ സൈൻ ആ ന്യൂമറേറ്റർ എക്സ് നോക്കട്ടെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇവിടെ പ്ലസ് വരും ഇല്ലയോ? പ്ലസ് വരും. ഓക്കെ അപ്പോൾ ഇനി അടുത്തത് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. പറവുള്ളരേ മൈനസ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ? മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് Minus cos square x. മൈനസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് Plus cos x sin x. പ്ലസ് കോസ് എക്സ് സൈൻ എക്സ്. ഇനി മൈനസ് അവിടെ നിൽക്കട്ടെ. ഇനി എത്ര ബ്രാക്കറ്റ് ഗുണിക്കുക പറഞ്ഞാട്ടെ? സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് അല്ലേ? അപ്പോൾ സൈൻ എക്സ് കോസ് എക്സ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് Plus sin square x. സൈൻ സ്ക്വയർ എക്സ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് Cos square x. പ്ലസ് കോസ് സ്ക്വയർ എക്സ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് സൈൻ എക്സ് ആണോ? ആണോ? ഓക്കെ. വീണ്ടും നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ അതുപോലെ എടുത്ത് എഴുതുന്നു. പറഞ്ഞാട്ടെ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയറിൽ പറഞ്ഞോ സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് സൈൻ എക്സ്. ഇതൊന്ന് പറഞ്ഞേ. രണ്ടും ഒരേ ടേം തന്നെയല്ലേ? 2 sin x cos x. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. ഞാൻ തന്നെ ഈ രണ്ട് ടേമിൽ നിന്ന് ഒരു മൈനസ് കോമൺ എടുക്കുക. അപ്പോൾ മൈനസ് ഓഫ് പറഞ്ഞോ Sin square x cos സൈൻ സ്ക്വയർ എക്സ് പ്ലസ് cos square. കോസ് സ്ക്വയർ എക്സ് മൈനസ് ഓഫ് then ഇവിടെ സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് സൈൻ എക്സ് 2 sin x cos x. സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് then ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. എത്ര വില? ട്രിഗണോമെട്രിയാ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇവിടെ സ്റ്റാൻഡേർഡ് റിസൾട്ടാ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിന്റെ വില ഉച്ചയ്ക്ക് പരീക്ഷ എഴുതാൻ പോവാ. ഇവിടെ പൈതഗോറിയൻ റിലേഷൻ അനുസരിച്ച് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിന്റെ വില എന്തുവാ? ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലയോ? സമയം കളയാതെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിന്റെ വില എന്തുവാ? ഹലോ 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 അപ്പോൾ ന്യൂമറേറ്ററിൽ 2 സൈൻ എക്സ് കോസ് എക്സ് നമ്മൾ ആദ്യം അതുപോലെ എഴുതി.
മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സിന് പകരം 1 എന്ന് എഴുതി. സ്ക്വയർ ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്ന മൈനസ് ബ്രാക്കറ്റിനകത്തോട്ട് ഗുണിച്ചപ്പം -2 സൈൻ എക്സ് കോസ് എക്സ് എന്നും +1 -1 ആയിട്ട് മാറി. അതിലെ 2 സൈൻ എക്സ് കോസ് എക്സും -2 സൈൻ എക്സ് കോസ് എക്സൂടെ ക്യാൻസലായി. -1 -1 കൂട്ടിയാൽ -2 ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഡൗട്ട് മാറിയോ? സാർ. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ എത്ര ആയിരുന്നു? 19. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 1 ഡിഗ്രി ഇൻറ്റു ഇല്ലയോ tan 2 ഡിഗ്രി ഇൻറ്റു tan 3 ഡിഗ്രി ഇൻറ്റു എക്സെട്ര tan 88 ഡിഗ്രി ഇൻറ്റു tan 89 ഡിഗ്രി. അതല്ലേ ചോദ്യം? എത്രയാണ് അതിൻ്റെ ആൻസർ? tan 1 ഡിഗ്രി ഇൻറ്റു tan 2 ഡിഗ്രി ഇൻറ്റു tan 3 ഡിഗ്രി അല്ലേ എക്സെട്ര tan 88 ഡിഗ്രി ഇൻറ്റു tan 89 ഡിഗ്രി. നിങ്ങളിതിൽ ഏറ്റവും അവസാനം കിടക്കുന്ന ടേം കണ്ടോ? എത്ര? tan നോക്കാം. tan 89. ഈ tan 89 എന്ന് പറഞ്ഞാൽ tan 90 -1 ആണോ? ഈ 90ന്റെ കൂടെ ഗുണിച്ചു വന്നിരിക്കുന്ന നമ്പർ 1 അല്ലേ? 90ന്റെ കൂടെ ഗുണിച്ചു വന്നിരിക്കുന്ന നമ്പർ 1 ആണെങ്കിൽ ആൻസർ നമ്മുടെ റിഡക്ഷൻ ഫോർമുലയാ. ആൻസർ ആൻസർ കോട്ട്. ടാനിൻ്റെ കോ ഫംഗ്ഷനായ കോട്ട് വരും, അതിൻ്റെ കൂടെ 1 കൂടെ വരും. ഇനി 90 -1 അഥവാ 89 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റ്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനായ ടാൻ എങ്ങനെയാണ്? പോസിറ്റീവ്. അപ്പോൾ ഈ ആൻസർ എന്ത് വരും? പോസിറ്റീവ്. അപ്പോൾ ടാൻ 89ന്റെ വില എത്രയാണ്? കോട്ട് 1. വേണ്ടേ? ഇവിടെ ആദ്യം ഒരാൾ കിടക്കുന്നുണ്ടോ? ആരാ? ടാൻ 1. ഇനി അറ്റത്ത് കിട്ടിയ ആളിനെ കണ്ടോ? കോട്ട് 1. ടാൻ 1 ഇൻറ്റു കോട്ട് 1. ഇതുപോലെ നിങ്ങൾ ടാൻ 88 ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? കോട്ട് 2. അപ്പൊ ടാൻ 2 ഇൻറ്റു കോട്ട് 2 എത്ര വരും? 2. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പെയർ ചെയ്യുമ്പോൾ ഇതിലെ ഓരോ പെയറിന്റെയും പ്രോഡക്റ്റ് എത്രയാണ്? 1 2 3 1 2 3 എന്നോ? ഇതിലെ ഓരോ പെയറിന്റെയും പ്രോഡക്റ്റ് എത്രയാണ്? സെയിം ആയിരിക്കുന്നല്ല. എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതിലെ ഓരോ പ്രോഡക്റ്റും 1 ആയിരിക്കും. ഇവിടെ ടാൻ 1 ഇൻറ്റു കോട്ട് 1 എത്ര? 1. ഇനി ടാൻ 2 ഇൻറ്റു ഇനി അറ്റത്ത് കിടക്കുന്ന ടാൻ 88ന്റെ വില നിങ്ങൾ ഇതുപോലെ കണ്ടുപിടിക്കുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? കോട്ട് 2. ടാൻ 2 ഇൻറ്റു കോട്ട് 2 അതും 1 ആയി. അതങ്ങനെ 2 ആവുന്നത്? അതും 1 അല്ലേ? ഇനി ഇപ്പുറത്തെ മൂന്നാമത്തെ കിടക്കുന്ന ടൈം ടാൻ 3 ആ. ഇനി വലത്തെ അറ്റത്തുനിന്ന് മൂന്നാമത്തെ ടൈം എന്ത് വരും? ടാൻ 87. അത് ചെയ്തു വരുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? ടാൻ 3 ഇൻറ്റു കോട്ട് 3. ടാൻ എക്സ് ഇൻറ്റു കോട്ട് എക്സിന്റെ വില 1 ആ. അപ്പൊ ടാൻ 3 ഇൻറ്റു കോട്ട് 3 1. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനകത്തിലെ എല്ലാ ടേമും ഇങ്ങനെ പെയർ ചെയ്ത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഉത്തരം എത്ര എന്ന് വരും? 1. ഇപ്പൊ ഡൗട്ട് മാറിയോ? ഓക്കെ. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ചെയ്തോ? ആൻസർ 6 എന്ന് കിട്ടിയോ? ഓക്കെ. അതിന്റെ തേർഡ് ടൈം പ്രൂവ് ദാറ്റ് കിട്ടിയോ? അതിന്റെ തേർഡ് ടൈം പ്രൂവ് ദാറ്റ് കിട്ടിയോ? അതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ്